അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈദിൻ്റെ തലേദിവസം കുട്ടി കുട്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്ത് വെക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന ഒരു കുട്ടി വ്ളോഗാണ്. അതും പ്ലസ് ഈദിൻ്റെ വ്ളോഗും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോർട്ടാണ്. അപ്പോൾ അതും ഇതും രണ്ട് വീഡിയോ ഇടുന്നേക്കാളും നല്ലതല്ലേ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മസാല അരച്ച് ഇഞ്ചി വെളുത്തുള്ളി ഈ പേസ്റ്റ് ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ടൊരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ അത് വലിയൊരു പണിയാണ്. അപ്പോൾ അതന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഒരു 5 ദിവസത്തേക്കുള്ളതൊക്കെ ഞാൻ അരച്ച് വയ്ക്കും. കാരണം ഇവിടെ എപ്പോഴും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അത് കാരണം കൊണ്ട് ഇത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഞാനത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് കഴിയുമ്പോൾ പിന്നെയും ഞാൻ ഇതുപോലെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ടിഷ്യൂ ഒക്കെ ഫില്ല് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നാളെ ഡെസേർട്ടിനായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. അതിനുള്ള ക്യാരറ്റും പിന്നെ കുട്ടി കുട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. രാത്രി കഴിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് വേഗം പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ തിരക്കിൻ്റെ ഇടയിൽ പോവും വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ടൈമിൽ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വേഗം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേഗം എടുത്തിട്ട് തിരിച്ച് വരാമല്ലോ. തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ വേഗം അതും പിന്നെ വേറെ കൊട്ടി കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേഗം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂറിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഈ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ കോപ്പി അടിച്ചതാണ്. എന്നെ കാണണമെന്നൊന്നുമില്ല, കാണേണ്ടവർക്ക് കാണാം, അത്രയേ ഉള്ളൂ. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇഹാൻ്റെ ഫ്രണ്ട് വന്ന് അവരുടെ കൂടെ അവൻ കളിക്കുമായിരുന്നു. അത് കാരണം കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വല്ലാതെ വന്നില്ല. അവർ അങ്ങ് സെറ്റായിക്കോളും. പിന്നെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ടിട്ട് നാളെ ചിക്കൻ പൊരിക്കാൻ ഇപ്പം തന്നെ മസാല ഇട്ട് വെക്കണം. അപ്പോൾ അത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഹൽവ ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനി സെറ്റായി നാളെ കൊടുക്കാം. എല്ലാവരും അഭിപ്രായം പറയുന്നത് നോക്കാം നമുക്ക്. പിന്നെ ചിക്കൻ മസാല ഇടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലുലുവിൽ പോയതാണ്. പോയതും വരുന്നതും മാത്രമേ എടുത്തുള്ളൂ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഷർട്ട് എടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നു. എവിടേക്ക് പോണേ? നിസ്കരിക്കാൻ പറ. അപ്പോൾ ഇഹാൻ ആദ്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോവാണ്. അത് ഈദിന് തന്നെ ആയി, നല്ല കാര്യം. അപ്പോൾ അവർ നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ആ പണി ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പോയിട്ടൊക്കെ വന്ന് പിന്നെ കുക്കിങ്ങിലേക്ക് കടന്നു. ഇന്ന് ഇക്കാൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് കാരണം കൊണ്ട് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഒത്തിരി നേരം കിടന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ 2 മണിക്കൂർ കിടന്ന് ഒരു 10 മണിയാകുമ്പോഴാണ് എണീറ്റത്. അപ്പോഴത്തേക്കും പിന്നെ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇക്ക നന്നായിട്ട് ബിരിയാണി വെക്കും കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമുക്ക് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരു ദിവസം ഞാൻ ഇക്കാൻ്റെ റെസിപ്പി ആയിട്ട് വീഡിയോ ഇടാം.
അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ നാട്ടിലുള്ള ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുത്തു വിട്ടു. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സും പിന്നെ ഈ ഇവിടെ വില്ലയിലുള്ള ഇഹാൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ക്യാരറ്റ് ഹൽവ, അത് കൊടുത്തു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, വെറുതെ കിടന്നു. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. വേറെ എവിടെയും പോയില്ല. നല്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തവിടെ ഞങ്ങളുടെ വില്ലേൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അവിടെ ഇഹാൻ കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഭക്ഷണം പിന്നെ രാത്രി പുറത്തുനിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഇരുന്നിട്ട് ഇഹാൻ കുറേ നേരം കളിച്ചു. പിന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ റെഡി ആവുന്ന സമയം വരെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇന്ന് പോയത് ദേപ്പുട്ടിലാണ്. അവിടെ ദിലീപിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട് ദേപ്പുട്ട്. അവിടെ പോയി ഇന്ന്. ഇവിടെ ദോഹയിൽ നിന്ന് കുറച്ചൊരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നല്ല പുട്ടും ഇതൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചല്ലോ, അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അവിടെ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു ലോഡ് ആൾക്കാർ വെയിറ്റിങ്ങിന്. പിന്നെ ഞങ്ങളും കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ സീറ്റൊക്കെ വിളിച്ചു. ഒരു 15 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. ഞാൻ കഴിച്ചത് ഇറച്ചിപ്പുട്ടായിരുന്നു. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഫുൾ മെനുവിൽ മൊത്തം ദിലീപിൻ്റെ സിനിമൻ്റെ പേര്, ഓരോ പുട്ടിനും ദിലീപിൻ്റെ സിനിമൻ്റെ ഓരോ പേരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.